എനിക്കൊക്കെ ചെറുതൊട്ടേ വന്നിട്ട് ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൽ നിന്നുള്ള സന്തോഷമേ ഉള്ളൂ. മനസ്സിലില്ലേ? എൻ്റെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റാണ്. മനസ്സിലില്ലേ? ഡിഫറെൻ്റാണ് ദൈവം സൃഷ്ടിച്ചത്. അത് ഈ എൻ്റെ ലൈഫിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അറിയുക. അതാണ് എൻ്റെ ലൈഫിൻ്റെ മെയിൻ പേർപ്പസ്, വേറൊന്നുമല്ല. അത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലില്ലേ? ഈ ജേണിയിലൊന്നും അങ്ങനെ ഒരു എൻ്റെ കുറേ കാലത്തിന് മുമ്പേ വരെ ഇത് അറിയത്തില്ലായിരുന്നു. ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. മനസ്സിലില്ലേ? കീപ് ഗാഡ് ഫസ്റ്റ് എന്ന്, അതാണ് എൻ്റെ ലൈഫിൽ മെയിൻ ഇത്. ബിക്കോസ് അറ്റ് ദ എൻഡ് life is all about living with Father God. Birth start, death beginning of life. God is our refuge and strength. എനിക്ക് ദൈവം ലൈഫിലൊരു പണി തന്നു പോയി. ആ പണി തന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരു ഡിഫറെൻ്റായ ഒരു പേഴ്സണായിരുന്നു ഞാൻ. മനസ്സിലില്ലേ? അത് എൻ്റെ മുമ്പിൽ പോലും എന്നെ ഇന്ന് ഹേർട്ട് ചെയ്ത ആൾക്കാരൊന്നും നിൽക്കത്തില്ല. മൂത്രം ഒഴിക്കും. അതാണ് എൻ്റെ സ്വഭാവം. മനസ്സിലില്ലേ? കഷ്ണമാക്കി ഞാൻ ഇടും, വിടത്തില്ല ഞാൻ. മനസ്സിലില്ലേ? അത്രയ്ക്കൊരു നാറിയ സ്വഭാവം കൂടെ ഉണ്ട്. പക്ഷെ അതല്ലായിരുന്നു ദൈവം എന്നെ സൃഷ്ടിച്ചതിൻ്റെ റീസൺ. മനസ്സിലില്ലേ? അതാണ് തന്നെ ദൈവം എനിക്കൊരു പണിയും തന്നു. അപ്പം അതിന് വേറൊരു വഴിയില്ല. മനസ്സിലില്ലേ? അപ്പം അങ്ങനെ ഒരു പണി തന്നപ്പോൾ ആ ലൈഫിൽ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എല്ലാം. മനസ്സിലില്ലേ? എൻ്റെ ജോയ്, എൻ്റെ സന്തോഷം എല്ലാം. മനസ്സിലില്ലേ? ഫോക്കസ് ദൈവമായി മാറി. അതെ. ഞാൻ ആലോചിക്കുമ്പോഴേ ഓരോ ആൾക്കാരുടെ സന്തോഷം, ഒരാളുടെ സന്തോഷം ഇല്ലാണ്ടാക്കാനുള്ള ഒരു മനസ്സിലില്ലേ? എന്തോ ഭയങ്കര എന്തോ ഒരു ജയം നേടിയെടുത്ത പോലെയാണ്, ഒരു വിക്ടറി. ബട്ട് ദേ ആർ ദ റിയൽ ഫെയിലിയേഴ്സ് ഓഫ് ലൈഫ്. മനസ്സിലല്ലേ? ശരി.